ഷിബു മീരാൻ, ഇപ്പോൾ നേരത്തെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ നിങ്ങളൊരു സംശയത്തിലായിരുന്നു. കാരണം സംസ്ഥാന സർക്കാരും ആ ഗവർണറും തമ്മിലൊരു ഒത്തുകളിയാണ്. ചില ഘട്ടങ്ങളിൽ ഒരുമിക്കും, ചില ഘട്ടങ്ങളിൽ തർക്കിക്കും. പക്ഷേ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഈ ഗവർണറുടെ കാര്യത്തിൽ അതിലൊരു വിഷയമുണ്ട്. ആ വിഷയം എന്നുള്ളത് ഗൗരവതരമായ വിഷയമാണ്. ഇതിൽ പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരും മാറി നിൽക്കേണ്ട വിഷയമാണ് എന്ന് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നുണ്ടോ? ഇതിലും ഒരു ഒത്തുകളി നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഒരു നിലക്കും ഈ വിഷയത്തിൽ മാറി നിൽക്കുന്ന ഒരു സമീപനം ഞങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇതിനെ നല്ല ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളിതിനെ കാണുന്നത് ഒരു വൺ ഡേ മാച്ച് എന്ന നിലക്കല്ല. രാവിലെ ഇപ്പോൾ രാജ്ഭവന്റെ മുമ്പിൽ കുറേ ആളുകൾ മുദ്രാവാക്യം വിളിക്കുക, ഒരു ജലപീരങ്കി പ്രയോഗിക്കുക, വൈകിട്ടാവുമ്പോൾ ചാനലുകളിൽ വന്നിരുന്ന് ഈ സമരം ഞങ്ങളാണ് നടത്തുന്നത് എന്ന നിലക്ക് ഏറ്റെടുത്ത് പോവുക, എന്നിട്ട് പ്രതിപക്ഷത്തെ ബ്ലെയിം ചെയ്യുക. ആ നിലക്ക് ഒരു വൺ ഡേ മാച്ച് എന്ന നിലക്കല്ല ഞങ്ങൾ ഈ സമരത്തെ കാണുന്നത്. ആ നിലയ്ക്ക് ലളിതമായിട്ടല്ല ഞങ്ങൾ ആർലേക്കറിൻ്റെ അജണ്ടകളെയും കാണുന്നത്. സ്മൃതി, ഇത് ഉത്തരേന്ത്യയിൽ നമ്മൾ കാണാറുള്ള ഒരു സംഗതി. ഒരു പ്രത്യേക ചിത്രം ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ വന്ന് പുഷ്പാർച്ചന നടത്തണം, ഇത് ഈ രാജ്യത്തിൻ്റെ പ്രതീകമാണ്. ചില പ്രത്യേക ഭക്ഷണം കഴിച്ച് നിങ്ങൾ ദേശക്കൂറ് ബോധ്യപ്പെടുത്തണം, ചില പ്രത്യേക ഭാഷകൾ ഉപേക്ഷിച്ച് നിങ്ങൾ ദേശക്കൂറ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഉത്തരേന്ത്യയിലെ ഭ്രാന്ത് പിടിച്ച ഒരു ഉന്മാദ ദേശീയതയുണ്ട്. നമ്മുടെ കേരളത്തിന് അത് അപരിചിതമായിരുന്നു. നമുക്ക് ദേശസ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, കൊളോണിയൽ സമരത്തിൻ്റെ 4 നൂറ്റാണ്ട് നിന്ന പോർച്ചുഗീസുകാർ ഇവിടെ കപ്പലിറങ്ങിയപ്പോൾ മുതൽ ഈ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്ത ധീരമായ കൊളോണിയൽ വിരുദ്ധ പാരമ്പര്യമുള്ള നമ്മൾ പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ഉന്മാദ ദേശീയതയുടെ പുറകെ പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഇന്നലെ ഗവർണർ കൊണ്ട് നടക്കുന്ന ഒരു ചിത്രമുണ്ട്. ഇന്ന് രാവിലെ BJP അവരുടെ ഒഫീഷ്യൽ പേജിൽ അപ്ലോഡ് ചെയ്തൊരു ചിത്രമുണ്ട്. ഇതിലേതാണ് ഇവരുടെ യഥാർത്ഥ ഭാരതാംബ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവരിപ്പോൾ ഈ ഭാരതാംബയെ നിന്ദിക്കുന്നതിലൂടെ, ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നതിലൂടെ നിങ്ങൾ രാജ്യസ്നേഹികളല്ലാതായി മാറുന്നു എന്ന് പറയുന്നു. ഈ ചിത്രം ഗവർണറുടെ പൂജാമുറിയിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്ഥലത്ത് അദ്ദേഹത്തിന് ഏത് ചിത്രവും വെച്ച് പൂജിക്കാം, നമുക്കൊരു പ്രശ്നമില്ല. ഇത് പൊതുപരിപാടികളിൽ ഒരു ചിത്രം കൊണ്ടുവരുന്നു. എന്നിട്ട് ആ ചിത്രത്തെ താണു വണങ്ങി നിങ്ങൾ ദേശദ്രോഹികളാണ് എന്നിവർ ചാപ്പ കുത്തുമ്പോൾ ഇത് ഉന്മാദ ദേശീയതയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ അജണ്ടകളുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇത് ഒരു ഏകദിന മത്സരമല്ല. രാവിലെ പോയാൽ വൈകിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒട്ട് കിട്ടാനും പോകുന്നില്ല. ഇനി ഇവിടെ BJPയുടെ പ്രതിനിധി അദ്ദേഹം ഇപ്പോൾ ഇന്നലെ ഒന്നും കേൾക്കാത്ത ഒരു കോടതി വിധി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അവിടുത്തെ തമിഴ്നാട് ഹൈക്കോടതി ഈ ഭാരതാംബയെ അംഗീകരിച്ച് പോയിട്ടുണ്ട് എന്നാണ്. സ്മൃതി, എനിക്ക് വളരെ കുറച്ച് സമയം മതി. വളരെ ദീർഘമായി നമ്മളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തു. അപനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രം മുതൽ 935 രാജാ രവിവർമ്മയുടെ ചിത്രം വരെ, ആ പേരുകളൊന്നും ഇപ്പോൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഈ ചിത്രങ്ങളൊക്കെ വ്യത്യസ്ത ആവിഷ്കാരങ്ങൾ എന്ന നിലക്ക് ഭാരതാംബയുടെ ചിത്രം എന്ന നിലക്ക് പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ അവസാനത്തെ ഒരു ചിത്രം വരയ്ക്കുന്നത് MF ഹുസൈനാണ്. MF ഹുസൈൻ ആ ചിത്രം വരച്ചപ്പോൾ അത് സ്വാഭാവികമായിട്ടും വിവാദമായി. ഡൽഹി ഹൈക്കോടതി അത് പരിശോധിച്ചൊരു വിധി പറഞ്ഞു. ആ വിധി പിന്നീട് രാജ്യത്തിൻ്റെ സുപ്രീം കോടതി ശരിവെച്ചു. മക്ബൂൽ ഫിദ ഹുസൈൻ വേഴ്സസ് വിജയ് കുമാർ പാണ്ഡെ എന്നോ മറ്റാണ് കേസിൻ്റെ പേര്. ആ കേസിൽ MF ഹുസൈൻ വരച്ച വിവാദമായ ആ ഭാരതാംബ അത് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഒരു ഒതൻറ്റിസിറ്റിയും. ഇനി നാളെ ത്രിവർണ്ണ പതാക സാരിയായി ഉടുപ്പിച്ച് ത്രിവർണ്ണ പതാക കയ്യിൽ കൊടുത്ത് ഒരു ചിത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ കയ്യിൽ ഭഗവധ്വജമില്ലല്ലോ, ഇതിൻ്റെ കയ്യിൽ മൂവർണ്ണ കൊടിയാണല്ലോ, ഇതിനെ താണു വണങ്ങ് എന്ന് പറയാൽ ഒരു ചിത്രത്തെയും ആദരിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇവിടെ ഒരാൾക്കുമില്ല. ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാരതാംബ എന്ന സങ്കല്പത്തെ ഈ രാജ്യത്തെ കലാകാരന്മാർക്ക് അവരുടെ ഇഷ്ടം പോലെ ആവിഷ്കരിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ചിത്രം BJP അവരുടെ പൂജാമുറിയിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ പരിപാടികൾ RSSൻ്റെ ശാഖകളിലൊന്നും ഉപയോഗിച്ചു വരാണ് വർഷങ്ങളായിട്ട്. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം മതനിരപേക്ഷമായ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ ഇദ്ദേഹം ഒരു ചിത്രം കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ മുൻപിൽ നിങ്ങളുടെ ദേശക്കൂറ് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായിട്ടാണ് പറയേണ്ടത്. ഇന്നിപ്പോൾ CPM പ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു വിമർശനം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് വിശദീകരിച്ചത്. എന്നാൽ ഇന്നലെയൊക്കെ ഇതിൻ്റെ ഒരു വൺ ടൈം ചാമ്പ്യന്മാർ ഞങ്ങളാണ് എന്ന മട്ടിൽ ഇത് ഏറ്റെടുത്തു പോവരുത്. ഗവർണർക്കെതിരായ ഒരു പ്രതിഷേധം തെരുവിൽ കണ്ടില്ല. അതാണ് പ്രശ്നം സ്മൃതി. തെരുവിൽ വന്ന് പ്രതിഷേധിച്ചാലേ ഈ വിഷയത്തിൽ സംസ്ഥാനത്ത്
പ്രതിഷേധത്തിനൊരു രീതിയുണ്ടല്ലോ. ആ പ്രതിഷേധം എന്നുള്ളത് ഗവർണർ അല്ല, പങ്കെടുക്കുന്ന ഒരിക്കലുമല്ല. പരിപാടികളിൽ രാവിലെ ചാനൽ ക്യാമറകൾക്ക് മുൻപിൽ വന്ന് ജലപീരങ്കിയിൽ കുളിച്ച് വൈകിട്ട് വന്ന് പ്രസ്താവന നടത്തിയാൽ അവസാനിക്കുന്ന ഒരു വിഷയമാണ് ഇതെന്ന് ഞാൻ അതിലേക്കാ വരുന്നത്. പക്ഷേ നിങ്ങളുടെ ആരാണ് ഇവിടെ പ്രതിഷേധം എങ്ങനെയാണ്? അതിന്റെ വഹിക്കേണ്ടത്? രൂപം എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇവിടുത്തെ ഞാൻ അതിലേക്കല്ലേ വരുന്നത്. ഒന്ന് സഹിഷ്ണുത കാണിക്കൂ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഇതിനകത്ത് ഭരണഘടന, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചരിത്ര ക്ലാസ് എടുക്കല്ല വേണ്ടത്. അത് ഗവർണറെ ബോധ്യപ്പെടുത്താൻ ഒരു കത്തെഴുതണം. ഇവിടെ ഇപ്പൊ ലീഗൽ അഡ്വൈസ് ചോദിച്ചു പോയിട്ടുണ്ടല്ലോ. നമ്മൾ ഇതിനകത്ത് ഈ ഭരണഘടനയ്ക്കകത്ത് അല്ല പിന്നെ രാജ്ഭവനകത്ത് ദേശവിരുദ്ധമായ രൂപത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പതാകയല്ലാത്ത, നമ്മുടെ രാജ്യത്തിന്റെ ഭൂപടമല്ലാത്ത ഒരു ഭൂപടം ഒരു ഭരണഘടന തലവനായി കേരളത്തിൽ നിൽക്കേണ്ടുന്ന ഗവർണർ പ്രദർശിപ്പിച്ചാൽ അതിനെതിരെ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ ഇവിടെയുണ്ട്. ഗവർണർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ നിന്ന് ഫുൾ എക്സംഷൻ കിട്ടിയ ആളൊന്നുമല്ല. ബംഗാളിലൊക്കെ അവിടുത്തെ ഗവർണർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത പാരമ്പര്യം പോലും നമുക്കുണ്ട്. കോടതികളിൽ പോരാട്ടം നടത്തി വിജയിപ്പിച്ച തമിഴ്നാടിന്റെ അനുഭവം ഞങ്ങൾക്കുണ്ട്. ഈ തെരുവ് സമരങ്ങളിൽ ഇവരുടെ കൂടെ കൊടിപിടിച്ച് നിൽക്കണം എന്നല്ല, ഈ ഭരണഘടനാ വിഷയത്തെ വളരെ ആഴത്തിൽ അഡ്രസ് ചെയ്യാൻ കേരളത്തിന്റെ ഭരണകൂടം എന്ത് സമീപനം സ്വീകരിച്ചാലും ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്ത് നിരുപാധിക പിന്തുണയുമായി കേരളത്തിന്റെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ മറുഭാഗത്ത് ബ്ലേക്ക് ഫാക്ക് എല്ലാ പ്രതിപക്ഷവും KC വേണുഗോപാൽ അടക്കം എല്ലാ നേതാക്കന്മാരും ഇതിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തയ്യാറാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഡിപ്ലോമസിയും ഈ വൺ ഡേ മാച്ചും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് ഇതിലുണ്ടാവരുത്. വേണ്ടി വരും. അതാണ് ഇതുവരെ സർക്കാർ കാണിച്ചത്. പക്ഷേ എത്ര കാലം അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വ്യക്തമല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.